ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നൈനിക സിജു ഹബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു മേഖലയാണ് റീസെന്റ് അപ്പോയിന്റ്മെന്റ്സ്. ഇനി വരുന്ന പരീക്ഷകളിൽ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ക്ലാസ് ആയിരിക്കും ഇത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. എല്ലാവർക്കും അറിയാം, നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ. പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദി. ലോക്സഭാ സ്പീക്കർ ഓം ബിർല. നമ്മുടെ 18ാമത്തെ ലോക്സഭയുടെ സ്പീക്കറാണ് ഓം ബിർല. ലോക്സഭ പ്രോ ടൈം സ്പീക്കർ ഭർതൃഹരി മെഹ്താബ്. ഭർതൃഹരി മെഹ്താബ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അപ്പം ലോക്സഭാ സ്പീക്കർ ഓം ബിർല, ലോക്സഭ പ്രോ ടൈം സ്പീക്കർ ഭർതൃഹരി മെഹ്താബ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ. രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്. രാജ്യസഭാ നേതാവ് ആരാണ്? ജഗത് പ്രകാശ് നദ്ദ. ആരാണ് ഈ ജഗത് പ്രകാശ് നദ്ദ? നമ്മളുടെ ഇപ്പോഴത്തെ ഹെൽത്ത് മിനിസ്റ്റർ കൂടെയാണ് ജഗത് പ്രകാശ് നദ്ദ. രാജ്യസഭാ ഉപനേതാവ് ആരാണ്? നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെ. മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭ ഉപപ്രതിപക്ഷ നേതാവ് പ്രമോദ് തിവാരി. രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയും രാജ്യസഭയുടെ ഉപപ്രതിപക്ഷ നേതാവ് പ്രമോദ് തിവാരി. രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? പ്രമോദ് ചന്ദ്ര മോദി. പ്രമോദ് ചന്ദ്ര മോദി ആരാണ്? രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആണ്. രാജ്യസഭയുടെ ഉപപ്രതിപക്ഷ നേതാവ് പ്രമോദ് തിവാരിയാണ്. പ്രതിപക്ഷ നേതാവ് ആരാ? രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ്. എന്നാൽ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാജ്യസഭയുടെ ചെയർമാൻ ജഗ്ദീപ് ധൻകർ. അടുത്തതായിട്ട് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാ? ജ്ഞാനേഷ് കുമാർ ആണ്. 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ആര്? ജ്ഞാനേഷ് കുമാർ. നമ്മളുടെ മറ്റ് കമ്മീഷണറിലെ അംഗങ്ങൾ ആരൊക്കെയെന്നറിയാവോ? സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി. ആരൊക്കെയാണ്? സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി. ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാ? മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയ. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. ആരാ? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. കേന്ദ്ര വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വിജയ കിഷോർ രഹ്കർ. ആരാണ്? വിജയ കിഷോർ രഹ്കർ. കേന്ദ്ര പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ കിഷോർ മക്വാന. പട്ടികജാതി കിഷോർ മക്വാന. കേന്ദ്ര പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ആണെങ്കിലോ അന്തർ സിംഗ് ആര്യ. അന്തർ സിംഗ് ആര്യ. ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുര. പിന്നോക്കക്ഷേമ വകുപ്പിന്റെ ആണെങ്കിലോ പിന്നോക്കക്ഷേമ വകുപ്പിന്റെ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം അഹിർ. ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം അഹിർ. നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. മറ്റു കമ്മീഷണേഴ്സ് ആണ് സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. കേന്ദ്ര വനിതാ കമ്മീഷൻ ചെയർമാൻ വിജയ് കിഷോർ രഹ്കർ. പട്ടികജാതി കമ്മീഷണർ കിഷോർ മക്വാന. പട്ടികവർഗ കമ്മീഷണർ ആണെങ്കിലോ അന്തർ സിംഗ് ആര്യ. ന്യൂനപക്ഷ കമ്മീഷൻ ആണെങ്കിലോ ഇക്ബാൽ സിംഗ് ലാൽപുര. പിന്നോക്ക വിഭാഗത്തിന്റെ കമ്മീഷൻ ആണെങ്കിൽ ഹൻസ്രാജ് ഗംഗാറാം അഹിർ. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക കനുങ്കോ. പ്രിയങ്ക കനുങ്കോ. ബാലാവകാശ കമ്മീഷൻ പ്രിയങ്ക കനുങ്കോ. UPSC ചെയർമാൻ ആണെങ്കിലോ പ്രീതി സുദൻ. UPSC ആണെങ്കിൽ
പ്രീതി സുധൻ. UPSC ചെയർമാൻ പ്രീതി സുധൻ. നബാർഡിന്റെ ചെയർമാൻ ആരാണെന്നറിയാവോ? ഷാജി KV. നബാർഡിന്റെ ചെയർമാൻ ഷാജി KV. ലോക്പാൽ അജയ് മാണിക് റാവു ഖാൻവിലേക്കർ. അജയ് മാണിക് റാവു ഖാൻവിലേക്കർ ആണ് ലോക്പാലിന്റെ ചെയർമാൻ. ലോക്പാൽ ആരാണ്? അജയ് മാണിക് റാവു ഖാൻവിലേക്കർ. വിജിലൻസ് കമ്മീഷണർ, സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? AS രാജീവ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ AS രാജീവ്. ഇപ്പൊ ബാലാവകാശ കമ്മീഷണർ ആരാണ്? പ്രിയങ്ക കനിങ്കോ. UPSC പ്രീതി സുധൻ. നബാർഡ് ഷാജി KV. ലോക്പാൽ അജയ് മാണിക് റാവു ഖാൻവിലേക്കർ. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ AS രാജീവ്. ധനകാര്യ കമ്മീഷൻ, 15ാമത്തെ ധനകാര്യ കമ്മീഷൻ NK സിംഗും 16ാമത്തെ ധനകാര്യ കമ്മീഷണർ ആരാണ്? അരവിന്ദ് പനഗരിയുമാണ്. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ ആണെങ്കിൽ തുഷാർ മേത്ത. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ ആരാ? തുഷാർ മേത്ത. അടുത്തെന്താ? CAG ആരാണ്? CAG സഞ്ജയ് മൂർത്തി. K സഞ്ജയ് മൂർത്തി. CAG ആണെങ്കിൽ K സഞ്ജയ് മൂർത്തി അല്ലെങ്കിൽ കുണ്ടു സഞ്ജയ് മൂർത്തി എന്നാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. സഞ്ജീവ് ഖന്ന. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. റിസർവ് ബാങ്ക് ഗവർണർ ആരാ? റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര. ഇനി ഒരു സഞ്ജയ് വരുന്നൂടെയുണ്ട്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ IG ആയിട്ട് നിയമിച്ചിരിക്കുന്നത് സഞ്ജയൻ കുമാർ. സഞ്ജയൻ കുമാർ. അപ്പൊ ഈ സഞ്ജയ് എല്ലാം നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. CAG ആരാ? K സഞ്ജയ് മൂർത്തി. K സഞ്ജയ് മൂർത്തി. ചീഫ് ജസ്റ്റിസ് ആരാ? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ സഞ്ജീവ് ഖന്ന. എത്രാമത്തെയാണ്? 50ാമത്തെ. 51ആണ്. 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. റിസർവ് ബാങ്ക് ഗവർണർ, റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി IG ആയിട്ട് സഞ്ജയൻ കുമാർ. സഞ്ജയൻ കുമാർ. അടുത്ത ISROയുടെ ചെയർമാൻ ആരാണ്? ISROയുടെ ചെയർമാൻ V നാരായണൻ. V നാരായണൻ. ISRO ചെയർമാൻ V നാരായണൻ. VSSCയുടെ ആണെങ്കിലോ S ഉണ്ണികൃഷ്ണൻ നായർ. S ഉണ്ണികൃഷ്ണൻ നായർ. അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാനാണ് ഡോക്ടർ അജിത് കുമാർ മൊഹന്തി. അപ്പൊ ഡോക്ടർ അജിത് കുമാർ മൊഹന്തി അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനാണ്. അജിത് കുമാർ മൊഹന്തി. സെബിയുടെ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത് പാണ്ഡെ. തുഹിൻ കാന്ത് പാണ്ഡെ. അപ്പൊ സെബിയുടെ ചെയർമാൻ ആരാ? തുഹിൻ കാന്ത് പാണ്ഡെ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാനാണ് രഘുവേന്ദ്ര നൻവാർ. രഘുവേന്ദ്ര നൻവാർ. ഒരിക്കൽ കൂടെ പറയാം. ISROയുടെ ചെയർമാൻ V നാരായണൻ. VSSCയുടെ ചെയർമാൻ S ഉണ്ണികൃഷ്ണൻ നായർ. അറ്റോമിക് എനർജി കമ്മീഷണർ ഡോക്ടർ അജിത് കുമാർ മൊഹന്തി. സെബിയുടെ ചെയർമാൻ തുഹിൻ കാന്ത് പാണ്ഡെ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് രഘുവേന്ദ്ര നൻവാർ. നെക്സ്റ്റ് UGCയുടെ ചെയർമാൻ ആരാണ്? UGCയുടെ ചെയർമാൻ നമ്മുടെ ജഗദീഷ്. അറിയാവോ? ജഗദീഷ് സിനിമാ നടൻ. അതുപോലെയാണ് ജഗദീഷ് മുമ്പ് ഒരു പ്രൊഫസർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ UGCയുടെ ചെയർമാൻ M ജഗദീഷ് കുമാർ. N ജഗദീഷ് കുമാർ. IRDAയുടെ ചെയർമാനാണ് ദേബാശിഷ് പാണ്ഡെ. ദേബാശിഷ് പാണ്ഡെ. IRDAI ദേബാശിഷ് പാണ്ഡെയാണ്. അടുത്ത് നമ്മുടെ കരസേന മേധാവി ആരാ? കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. കരസേനാ മേധാവി ദ്വിവേദി. നാവികസേനയാണെങ്കിലോ ദിനേശ് K ത്രിപാഠി. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. നാവികസേനയാണെങ്കിൽ ജനറൽ അഡ്മിറൽ ദിനേശ് K ത്രിപാഠി. വ്യോമസേനാ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ്. ആരാ? അമർപ്രീത് സിംഗ്.
ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഡിഫൻസ് സ്റ്റാഫിന്റെ ചീഫ് അനിൽ ചൗഹാൻ, ജനറൽ അനിൽ ചൗഹാൻ. കരസേന ഉപമേധാവി, കരസേനയുടേത് ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. നാവികസേന അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. വ്യോമസേന എയർ മാർഷൽ അമർപ്രീത് സിംഗ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ. അടുത്ത നീതി ആയോഗിന്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ സിഇഒ ആരാണ്? സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം. ചെയർമാൻ, നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ മോദിയാണ്. അടുത്ത് വൈസ് ചെയർമാൻ സുമൻ ബെറി. വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറി. ഇപ്പൊ നീതി ആയോഗിന്റെ സിഇഒ ബി.വി.ആർ. സുബ്രഹ്മണ്യം, ചെയർമാൻ മോദിയാണ്, നരേന്ദ്രമോദി. അടുത്ത വൈസ് ചെയർമാൻ സുമൻ ബെറി. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? ബഹദൂർ സിംഗ് ആണ്. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ബഹദൂർ സിംഗ് ആണ്. ബി.സി.സി.ഐയുടെ പ്രസിഡന്റ് ആരാണ്? ബി.സി.സി.ഐയുടെ പ്രസിഡന്റ് റോജർ ബിസ് ആണ്. റോജർ ബിസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബി.സി.സി.ഐയുടെ ഓംബുഡ്സ്മാൻ ആയിട്ട് നിയമിതനായിട്ടത് ആരാണ്? അരുൺകുമാർ മിശ്ര. അരുൺകുമാർ മിശ്ര. അടുത്ത ഐ.സി.സി.ഐയുടെ പ്രസിഡന്റ് ജയ്ഷയാണ്. ഐ.സി.സി.ഐയുടെ പ്രസിഡന്റ് ജയ്ഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പി.ടി. ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? പി.ടി. ഉഷയാണ്. നമ്മുടെ CRPFന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആണ് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ് CRPFന്റെ ഡയറക്ടർ ജനറൽ. അത് കഴിഞ്ഞ് നമ്മുടെ യുണൈറ്റഡ് നേഷന്റെ ഇന്റർനാഷണൽ കൗൺസിൽ ചെയർമാൻ, യുണൈറ്റഡ് നേഷന്റെ ഇന്റർനാഷണൽ ജസ്റ്റിസ് കൗൺസിൽ ചെയർമാനായിട്ട് ആയതാരാണ്? ജസ്റ്റിസ് മദൻ ലോക്കൂർ. ആരാണ്? ജസ്റ്റിസ് മദൻ ലോക്കൂർ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിജിലൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയത് AS രാജീവാണ്. വിജിലൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയത് AS രാജീവാണ്. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് കൂടെ പരിചയപ്പെടുത്തുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.